Hello everyone, welcome back to my channel Incredible English. In the last videos, we have discussed various forms of the tense. Tenses-ന്റെ different forms ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ past perfect tense വരെയും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു ഡിഫറെന്റ് ടോപ്പിക് ആണ് ചെയ്യാൻ പോകുന്നത്. So, before that, if you find my videos useful, like, comment and subscribe. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? Why do we learn English? The basic purpose is communication itself. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ടെൻസസ് ആണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറി ഫോം ആണ് ഡു. ആ ഡൂവിന്റെ കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ ഡു യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസ് എങ്ങനെ മേക്ക് ചെയ്യാം അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് certain sentences which are helpful as well. നമുക്ക് ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന certain sentences ഇതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഡൂവിനെ കുറിച്ച് പറയുമ്പോൾ ഓൾറെഡി ഞാൻ ഡു റിലേറ്റഡ് ഒരു ചെറിയ ഷോർട്സ് ചെയ്തിരുന്നു. ഡു എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നോക്കേണ്ടത് ഡൂവിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ്. 3 ഫോംസ് ആയിട്ടാണ് ഡു, ഡസ് ആൻഡ് ഡിഡ്. 3 ഫോംസ് ആണ് വരുന്നത്. ഡു, ഡസ്, ഡിഡ്. ഇതില് ഡൂവും ഡസും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിലും ഡിഡ് യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് കൺസ്ട്രക്ഷനിലുമാണ്. സോ നമുക്ക് എന്തിനാണ് പ്രസന്റ് ടെൻസിൽ ഡൂവും ഡസും? ഓക്കെ, ഡു യൂസ് ചെയ്യുന്നത് ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡു എന്ന് പറയുന്നത് കൂടുതലും യൂസ് ചെയ്യുന്നത് പ്ലൂറൽ നൗൺസിന്റെ കൂടെയാണ്. പ്ലൂറൽ നൗൺസ് അല്ലെങ്കിൽ പ്ലൂറൽ പ്രൊനൗൺസിന്റെ കൂടെയാണ് നമ്മൾ ഡു കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡൂവിന്റെ കൂടെ പ്ലൂറൽ മാത്രമല്ല ഐയും യുവും വരും. അപ്പോൾ എന്തൊക്കെയാണ് ഡു എന്നുള്ള കൺസ്ട്രക്ഷന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി, യു, ദേ, ഐ. ഇതാണ് പ്ലൂറൽ പ്രൊനൗൺസ്. ഇവിടെ ഞാൻ വി എഴുതിയിട്ടില്ല, വിയും വരുന്നത് ഡൂവിന്റെ കൂടെ തന്നെയാണ്. ഓക്കെ, സോ വി, ഐ, യു, ദേ ഇത്രയും ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ഡു കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓൾസോ വിത്ത് പ്ലൂറൽ നൗൺസ്. എക്സാമ്പിൾ പറഞ്ഞാൽ ചിൽഡ്രൺ. ചിൽഡ്രൺ ഇറ്റ്സ് എ പ്ലൂറൽ നൗൺ. ചിൽഡ്രൺ എന്ന് വരുമ്പോൾ ചിൽഡ്രൻ ഡു എന്നേ വരുള്ളൂ, ചിൽഡ്രൻ ഡസ് എന്ന് വരില്ല. ഓക്കെ, നൗ കമ്മിങ് ടു ഡസ്. അപ്പോൾ ഡസ് എന്തായിരിക്കും? സിംഗുലർ നൗൺസിന്റെ കൂടെ. സിംഗുലർ നൗൺസിന്റെ കൂടെയും സിംഗുലർ പ്രൊനൗൺസിന്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡസ് ആണ്. ഹി, ഷീ ആൻഡ് ഇറ്റ് ഇതാണ് സിംഗുലർ പ്രൊനൗൺസ്. ഇവരുടെ കൂടെയും സിംഗുലർ നൗൺസിന്റെ കൂടെ ഒരു നെയിം, ആരുടെയെങ്കിലും ഒരു നെയിം, ആ നെയിമിന്റെ കൂടെ നമ്മൾ ഡസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ചൈൽഡ്, ചൈൽഡ് ഇസ് ദ സിംഗുലർ ഫോം ഓഫ് ചിൽഡ്രൻ. ചൈൽഡിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡസ് ആണ്. ഏത് സിംഗുലർ ഫോം, ഇപ്പൊ കൗ എന്നെടുത്തു, കൗ എന്നുള്ള ആനിമൽ, കൗസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്, അപ്പോൾ നമ്മൾ ഡു യൂസ് ചെയ്യണം. കൗ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ ഫോം ആയിരിക്കണം. അപ്പം കൗവിന്റെ കൂടെ ഒന്നും നമ്മൾ കൂടുതൽ ഡസ് കാണാറില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് സിംഗുലർ നൗൺസിന്റെ കൂടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഡസ് ആണ്. അപ്പൊ ഈ ഡൂവും ഡസും യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻസ് നമ്മൾ പ്രസന്റ് ടെൻസിലെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, ആ ടൈമിൽ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യാൻ പറ്റും. നൗ ഡിഡ് ഉണ്ട്. ഡിഡ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്, പാസ്റ്റ് ടെൻസിലുള്ള കാര്യം, സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ആരോടെങ്കിലും ചോദിക്കാൻ, നിനക്ക് അതിനെ കുറിച്ച് അറിയാമായിരുന്നോ എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കുമ്പോൾ ഡിഡ് യു നോ അബൌട്ട് ഇറ്റ്? അറിയായിരുന്നോ? ഡിഡ് യു നോ അബൌട്ട് ഇറ്റ് ഏർലിയർ? നേരത്തെ അറിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഇപ്പോഴൊരു കാര്യത്തെ കുറിച്ച് പറയാനായിട്ടാണ് നമ്മൾ ഡൂവും ഡസും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡൂവും ഡസും യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സെന്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 2 വേർഡ്സ് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക, ഇറ്റ് ആൻഡ് ദിസ്. അപ്പൊ ഇന്ന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഇതൊക്കെയാണ്, ഇറ്റ്, ദിസ്, ഡു, ഡസ്, ഡിഡ്. അതുകൊണ്ടാണ് ഇത് കൂടെ പറയുന്നത്. അപ്പം ഇറ്റ് എന്താണ്, ദിസ് എന്താണ്? ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, അത്. അപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞ് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇറ്റ് യൂസ് ചെയ്യാം. കൊടുക്കുന്ന ടൈമിൽ തന്നെ, അപ്പോൾ തന്നെയാണെങ്കിൽ നമുക്ക് ദിസ് യൂസ് ചെയ്യാം. അപ്പൊ ദിസിന്റെ മീനിങ് എന്താണ്? ഈ അല്ലെങ്കിൽ ഇത്, ഇത് അല്ലെങ്കിൽ ഈ സാധനം, ഈ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ ദിസ് എന്ന് പറയുന്നത് ഇതെന്നുള്ളതും ഇറ്റ് എന്ന് പറയുന്നത് അത്, ഇത് രണ്ടുമാണ് അതിന്റെ മീനിങ്. Now let's start our constructions.
അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു, ഒരു പ്രസന്റ് കൊടുത്തു, ആൻഡ് നമ്മൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്കത് ഇഷ്ടമായോ? കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചോദിച്ചോ, കുറച്ച് ദിവസമല്ല, കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചോദിക്കുകയാണ്, നമ്മുടെ അടുത്ത ഒബ്ജക്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും? നിനക്കത് ഇഷ്ടമായോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടമായോ? ഡു യു ലൈക്ക് ഇറ്റ്? ഡു യു ലൈക്ക് ഇറ്റ്? യു ആയതുകൊണ്ട് ഡു യൂസ് ചെയ്തു. ലൈക്ക് ഇറ്റ് കൊടുത്തു കഴിഞ്ഞു, സോ അത് ഇഷ്ടമായോ, നിങ്ങൾക്കത് ഇഷ്ടമായോ? അതുപോലെ ഇഷ്ടമായില്ലേ, നിനക്കത് ഇഷ്ടമായില്ലേ? ഡോണ്ട് യു ലൈക്ക് ഇറ്റ്? എന്താ അവിടെ ഡിഫറൻസ് ഉണ്ടായത്? ഡോണ്ട് യു ലൈക്ക് ഇറ്റ് ഡൂവിന്റെ കൂടെ ഒരു നോട്ട് കൂടെ ആഡ് ചെയ്തു. ഡു നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ് ഡോണ്ട്. ഡു നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം എന്നുവെച്ചാൽ ഷോർട്ടൻഡ് ഫോം ആണ് ഡോണ്ട്. സോ ഡോണ്ട് യു ലൈക്ക് ഇറ്റ്? നിങ്ങൾക്കത് ഇഷ്ടമായില്ലേ? ഇനി നമ്മൾ ഒരു ഷർട്ട് ഒരാൾക്ക് പ്രസന്റ് ചെയ്തു. അപ്പൊ ഷർട്ട് നമ്മുടെ അടുത്തുണ്ട്, നമ്മൾ ചോദിക്കുകയാണ് ഈ ഷർട്ട് നിനക്ക് ഇഷ്ടമായോ? ഡു യു ലൈക്ക് ദിസ് ഷർട്ട്? ഡു യു ലൈക്ക് ദിസ് ഷർട്ട്? നിനക്ക് ഈ ഷർട്ട് ഇഷ്ടമായോ? ഈ ഷർട്ട് ഇഷ്ടമായോ? അതുകൊണ്ട് നമ്മൾ ദിസ് യൂസ് ചെയ്തു. നിനക്ക് ഈ ഷർട്ട് ഇഷ്ടമായോ? സോ ദിസ് യൂസ് ചെയ്തു. ഇനി ഇത്രയും നമ്മൾ യു വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് പറഞ്ഞത്. അവന് അത് ഇഷ്ടമായോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? അവന് അത് ഇഷ്ടമായോ? അത്, അവന് അത്. ഡസ് ഹി ലൈക്ക് ഇറ്റ്? ഡസ് ഹി ലൈക്ക് ഇറ്റ്? ഷീ ആയിരുന്നെങ്കിൽ ഡസ് ഷീ ലൈക്ക് ഇറ്റ്? ഓക്കെ, ഇതാണ് ബേസിക് സെന്റൻസസ്. ഇപ്പൊ ഡു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡൂവും ഡസും വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ നമ്മളിപ്പോ കണ്ടു. Now let's see some more constructions or some more sentences using do construction. Okay, do you know him? Do you know him? നിനക്ക് അവനെ അറിയാമോ? നിനക്ക് അവനെ അറിയാമോ? Do you want to try this? കണ്ടോ, ഇവിടെ this ആണ് വന്നിരിക്കുന്നത്, this ആണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത്. Do you want to try this? നിനക്കിത് ശ്രമിച്ചു നോക്കണോ? നിനക്കിത് ശ്രമിച്ചു നോക്കാൻ താല്പര്യമുണ്ടോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കും. Do you want to try this? നമ്മൾ ചോദിക്കുന്നു. ഓക്കെ, ഇനി നിനക്ക് അതിനെക്കുറിച്ച് എങ്ങനെ അറിയാം? നിനക്ക് എങ്ങനെ അതിനെക്കുറിച്ച് അറിയാം? എങ്ങനെ ചോദിക്കും നമ്മൾ? How do you know about it? How do you know about it? നിനക്ക് യു ആയതുകൊണ്ട് ഡു, ഇറ്റ് വന്നത് അത്. നിനക്ക് അതിനെക്കുറിച്ച് എങ്ങനെ അറിയാം? നമ്മൾ ഒരാളോട് പറയാണ് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ, നിനക്ക് എന്താണോ താല്പര്യം അത് നീ ചെയ്യൂ. എങ്ങനെ പറയും? ഡു വാട്ട് യു വിഷ്. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ. അടുത്തത് നമ്മൾ ഒരാളോട് ഒരു ഓർഡർ പോലെ പറയാണ്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. എങ്ങനെ നമ്മൾ പറയും? എഗെയിൻ നമുക്ക് ഡു യൂസ് ചെയ്യാം. ഡു ആസ് ഐ സെഡ്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ എന്നാണെങ്കിലോ ഡു ആസ് ഐ സേ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ എന്ന് വരാനായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞു ഡു ആസ് ഐ സെഡ്. ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ എന്നാണെങ്കിൽ ഡു ആസ് ഐ സേ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഡു ആസ് ഡയറക്റ്റഡ്. താഴെ തന്നിരിക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് ഡയറക്ഷൻസ് തന്നിട്ടുണ്ടാവും, അതുപോലെ ചെയ്യൂ. ഡു ആസ് ഡയറക്റ്റഡ്. ഓക്കെ, അടുത്തത് ഡു യു വാണ്ട് ടു മേക്ക് ദിസ് ഹാപ്പൻ. ഇതെവിടെ വരും? ഇപ്പൊ നമ്മൾ ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്യുവാണ്, നമ്മൾ സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാണ്. അപ്പോൾ നമ്മൾ കൂടെയുള്ള ആളോട് ചോദിക്കുകയാണ്, ഇത് നടക്കണം, ഇത് സംഭവിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? ഇത് സക്സസ്ഫുൾ ആക്കി എടുക്കണം നിനക്ക് ആഗ്രഹമില്ലേ? സക്സസ്ഫുൾ ആക്കണ്ട, അതാണ് ഡു യു വോണ്ട് ടു മേക്ക് ദിസ് ഹാപ്പൻ. ചെയ്യണ്ടേ? ഓക്കെ, അപ്പം ഡു യു വോണ്ട് ടു മേക്ക് ദിസ് ഹാപ്പൻ. ഇത് സംഭവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് വരുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോ വെളിയിൽ പോകുന്നു, അപ്പൊ നമ്മൾ വീട്ടിലുള്ളവരോട് ചോദിക്കുകയാണ് ഞാൻ തിരികെ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണോ? എങ്ങനെ ചോദിക്കും? ഡു യു വോണ്ട് മീ ടു ഗെറ്റ് യു എനിത്തിങ്. ഞാൻ നിനക്ക് എന്തെങ്കിലും കൊണ്ടുവരണോ? ഗെറ്റ് യു എനിത്തിങ് എന്ന് ചോദിക്കുമ്പോൾ അത് വാങ്ങിക്കൊണ്ടുവരണോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരണോ എന്നുള്ളതാണ്. ഡു യു വോണ്ട് മീ ടു ഗെറ്റ് യു എനിത്തിങ്. എന്തെങ്കിലും കൊണ്ടുവരണോ, എന്തെങ്കിലും ചെയ്യണോ, എന്തെങ്കിലും കൊണ്ടുവരണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡു യു വോണ്ട് മീ ടു ഗെറ്റ് യു എനിത്തിങ്. ഞാനും കൂടെ അവിടെ വരണം. ഡു യു വോണ്ട് മീ, ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യണോ, എന്തെങ്കിലും കൊണ്ടുവരണോ. ഓക്കെ, ഇതൊക്കെയാണ് ഡു യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്തിട്ടുള്ള, കൂടുതലും നമ്മൾ ഡിസ്കസ് ചെയ്തത് മുഴുവൻ ഡു വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന certain sentences. Hope this session is useful to you. See you soon. Thank you.